പോലീസ് തയ്യാറാക്കിയ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ശ്രീ നവീൻ ബാബു ധരിച്ചിരുന്ന അടിവസ്ത്രങ്ങൾ രക്തക്കറ നിറഞ്ഞതായിരുന്നു. ആ ഒരു ഭാഗം ഇൻക്വസ്റ്റ് റിപ്പോർട്ട് ഈ ഡോക്ടർമാർ പരിശോധിച്ചിരുന്നു എങ്കിൽ എങ്ങനെ അവർക്ക് ഇൻറ്റേർണൽ എക്സ്റ്റേണൽ ഇഞ്ചുറി ഇല്ല എന്ന് എഴുതി വെക്കാൻ പറ്റും? ഇൻറ്റേർണലോ എക്സ്റ്റേണലോ ഇഞ്ചുറി ഇല്ലാതെ ബ്ലഡ് ഊസിക്കപ്പെടുകയോ ബ്ലഡ് മനുഷ്യ ശരീരത്തിൽ പുറത്തേക്ക് വരുമോ? ശ്രീ നവീൻ ബാബുവിൻ്റെ ശരീരത്തിൻ്റെ ഏത് ഭാഗത്താണ് മുറിവ് സംഭവിച്ചത്, പരിക്ക് സംഭവിച്ചത് എന്ന് വളരെ മനോഹരമായി ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൂടെ എന്നത്തേക്കുമായി അവസാനിപ്പിച്ചിരിക്കുകയാണ്. നമസ്കാരം. ADM നവീൻ ബാബുവിന്റെ മരണം വീണ്ടും വിവാദങ്ങളിലേക്ക് പോവുകയാണ്. ഇത് കൊലപാതകമാണെന്ന ക്രൈം ആദ്യമേ പറഞ്ഞിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഇൻക്വസ്റ്റ് റിപ്പോർട്ടും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും തമ്മിലുള്ള വ്യത്യാസത്തിലൂടെ ഇത് മറനീക്കി പുറത്തു വരികയും ചെയ്തിരിക്കുന്നു. ഒരു ചാനൽ ചർച്ചയിൽ നവീൻ ബാബുവിന്റെ ബന്ധുവും അഭിഭാഷകനുമായ അനിൽ പി നായരും ഈ റിപ്പോർട്ടുകളിലെ വ്യത്യാസം തുറന്നു കാണിക്കുന്നു. ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ മറച്ചുവെക്കാനും ഇത് ആത്മഹത്യാ ശ്രമമാണെന്ന് വരുത്തി തീർക്കാനുമുള്ള നീക്കം നടന്നുവെന്നാണ് അദ്ദേഹം എടുത്തു പറയുന്നത്. മരിച്ച മുൻ ADM നവീൻ ബാബുവിന്റെ മരണം കെട്ടിത്തൂക്കിയ കൊലപാതകമാണെന്ന ആരോപണം ഉന്നയിച്ചത് അദ്ദേഹത്തിന്റെ ഭാര്യ മഞ്ജുഷ തന്നെയാണ്. ഇതിന് കാരണമായി അവർ ചൂണ്ടിക്കാട്ടിയത് ഇൻക്വസ്റ്റ് നടപടികൾ നടക്കുമ്പോൾ കുടുംബത്തിന്റെ അടുപ്പക്കാർ അവിടെ ഉണ്ടായിരുന്നില്ല എന്നതാണ്. അതേസമയം മരിച്ച നവീൻ ബാബുവിന്റെ അടിവസ്ത്രത്തിൽ രക്തക്കറ ഉണ്ടായിരുന്നതായി പോലീസ് റിപ്പോർട്ടിൽ പറയുന്നു. നവീൻ ബാബു മരിച്ച വിവരം പുറത്തുവന്ന ഒക്ടോബർ 15-ന് രാവിലെ കണ്ണൂർ ടൗൺ പോലീസ് തയ്യാറാക്കിയ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലാണ് ഈ വിവരമുള്ളത്. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ രക്തക്കറയുടെയോ പരിക്കിന്റെയോ പരാമർശങ്ങളില്ല. മൃതദേഹത്തിൽ ഉണ്ടായിരുന്ന വസ്ത്രങ്ങൾ മാറ്റിയ ശേഷമാണ് മൃതദേഹ പരിശോധനയ്ക്ക് കൈമാറിയത്. ഇങ്ങനെയാണ് സാധാരണ നടപടിക്രമം. ജോക്കി എന്ന എഴുത്തുള്ളതും ചാര നിറത്തിലുള്ളതുമായ അടിവസ്ത്രമാണ് മരിക്കുമ്പോൾ നവീൻ ബാബു ധരിച്ചിരുന്നത്. അടിവസ്ത്രം രക്തക്കറകളോടുകൂടിയ നിലയിലായിരുന്നുവെന്ന് ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലുണ്ട്. തുടകൾ, കണങ്കാലുകൾ, പാദങ്ങൾ എന്നിവ സാധാരണ നിലയിലാണെന്നും എഴുതിയിട്ടുണ്ട്. രക്തക്കറകളെ കുറിച്ച് മറ്റു പരാമർശങ്ങളൊന്നും റിപ്പോർട്ടിലില്ല. FIR-ൽ രക്തക്കറയുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളുമില്ല. മരണകാര്യത്തിൽ മറ്റ് സംശയങ്ങളൊന്നും ഇല്ലെന്നാണ് FIR-ലെ ഉള്ളടക്കം. ഇൻക്വസ്റ്റ് നടത്താൻ രക്തബന്ധുക്കൾ ആരും സ്ഥലത്തില്ലാത്തതിനാൽ അവരുടെ മൊഴി രേഖപ്പെടുത്താൻ കഴിഞ്ഞില്ലെന്നും ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലുണ്ട്. ഒക്ടോബർ 15-ന് രാവിലെ 10:15-ന് തുടങ്ങി 11:45-നാണ് ഇൻക്വസ്റ്റ് പൂർത്തിയാക്കിയത്. മരണവിവരം അറിഞ്ഞ പത്തനംതിട്ടയിൽ നിന്ന് കണ്ണൂരിന് തിരിച്ച ബന്ധുക്കൾ 11:50-ഓടെ കണ്ണൂർ പോലീസ് ഡെപ്യൂട്ടി കമ്മീഷണറെ വിളിച്ചപ്പോഴാണ് ഇൻക്വസ്റ്റ് കഴിഞ്ഞ വിവരം അറിയുന്നത്. മൃതദേഹ പരിശോധന പരിയാരം മെഡിക്കൽ കോളേജിൽ നടത്തുന്നതിൽ തങ്ങൾക്ക് വിയോജിപ്പുണ്ടെന്നും കോഴിക്കോട്ടേക്ക് മാറ്റണമെന്നും DCPയോട് അപ്പോഴാണ് ആവശ്യപ്പെട്ടത്. ആരോപണ വിധേയയായ PP ദിവ്യയുടെ ഭർത്താവും കൈക്കൂലി നൽകിയെന്ന ആരോപണം ഉന്നയിച്ച പ്രശാന്തനും ജോലി ചെയ്യുന്ന സ്ഥലമായതിനാലാണ് പരിയാരത്ത് നിന്ന് മൃതദേഹ പരിശോധന മാറ്റണമെന്ന് ആവശ്യപ്പെട്ടത്. കളക്ടറോട് പറയുന്നതായിരിക്കും ഉചിതം എന്നായിരുന്നു മറുപടി. പിന്നീട് കളക്ടർ അരുൺ K. വിജയനെ ബന്ധുക്കൾ വിളിച്ചു. മൃതദേഹ പരിശോധന തുടങ്ങിയ കാര്യം അപ്പോഴാണ് അറിയുന്നത്. ഒന്നും പേടിക്കാനില്ലെന്നും ഒരു ക്രമക്കേടും ഉണ്ടാകില്ലെന്നും താൻ ഉറപ്പു തരികയാണെന്നും കളക്ടർ ഇവരോട് പറഞ്ഞു. പോലീസ് സർജനാണ് മൃതദേഹ പരിശോധന ചെയ്യുന്നതെന്നും അദ്ദേഹം ബന്ധുക്കളെ അറിയിച്ചു. നവീൻ ബാബുവിന്റെ അനുജൻ അഡ്വക്കേറ്റ് പ്രവീൺ ബാബു, ബന്ധുക്കളായ അഡ്വക്കേറ്റ് അനിൽ P. നായർ, ഹരീഷ്, മലയാളപ്പുഴ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ജയലാൽ, നാട്ടുകാരായ ഉത്തമൻ, രാജേഷ് എന്നിവരാണ് മരണവിവരമറിഞ്ഞ് അന്ന് കണ്ണൂരിലേക്ക് പോയത്. എന്തായാലും അദ്ദേഹത്തിന്റെ ബന്ധുവായിട്ടുള്ള അഡ്വക്കേറ്റ് അനിൽ P. നായർ പറയുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിലേക്ക്. ഹാങ് സൂയിസൈഡ് ആവണമെന്നില്ല, ഹാങ് ചെയ്ത് സൂയിസൈഡായ എത്രയോ കേസുകളുണ്ട് അവിടെ. ഒന്ന് അവിടെ നിൽക്കട്ടെ. 2, ടു ഫൈൻഡ് ഔട്ട് അപ്രോക്സിമേറ്റ് ടൈം സിൻസ് ഡെത്ത്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എവിടെയെങ്കിലും ആ ടൈം രേഖപ്പെടുത്തിയിട്ടുണ്ടോ? ഇല്ല. ഞാൻ വളരെ ബ്രീഫായിട്ട് പറയുകയാണ്. അടുത്തത് പ്രൊസീജിയർ ഫോർമാലിറ്റീസ്. അതായത് ഒരു 5 പ്രൊസീജിയർ 7-8 ഫോർമാലിറ്റീസ് പറയുന്നത് ചില റിലവൻ്റ് ഞാൻ വായിക്കാം. ടു an extract of inquest report relevant to postmortem examination should be insisted upon along with the requisition എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പോസ്റ്റ്മോർട്ടത്തിൻ്റെ അപേക്ഷ സ്വീകരിക്കുമ്പോൾ ആ പോലീസ് ഓഫീസർ ഒന്ന് വാങ്ങിക്കുമ്പോൾ ഈ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൻ്റെ എക്സ്ട്രാക്റ്റ് വാങ്ങണം എന്നാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ഡെഡ് ബോഡി കണ്ട് തയ്യാറാക്കിയ അതിൻ്റെ ബാഹ്യഭാഗങ്ങളെ കണ്ട് തയ്യാറാക്കിയ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് കൂടി എനിക്ക് തരണം.
അങ്ങനെ ഒരു ഇൻക്വസ്റ്റ് റിപ്പോർട്ട് ഇത് ചമച്ച ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ചമച്ച ഡോക്ടർമാർ കണ്ടു എന്ന് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എവിടെയും പരാമർശമില്ലല്ലോ. ദെൻ clothes and other material objects found on the body are to be asked for all cases where examination of such material objects may help attaining any of the objective autopsy. അങ്ങനെ എന്തെങ്കിലും ക്ലോത്ത്സ് ചോദിച്ചിട്ടുണ്ടോ? ഞാൻ പറയാൻ പോകുന്ന വളരെ റിലവൻ്റായ ഒരു പോയിന്റിലേക്കാണ്. ആ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി പോലീസ് തയ്യാറാക്കിയ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു, ശ്രീ നവീൻ ബാബു ധരിച്ചിരുന്ന അടിവസ്ത്രങ്ങൾ രക്തക്കറ നിറഞ്ഞതായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടിവസ്ത്രത്തിൽ നിറയെ രക്തമായിരുന്നു. ആ ഒരു ഭാഗം ആ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് ഈ ഡോക്ടർമാർ പരിശോധിച്ചിരുന്നു എങ്കിൽ എങ്ങനെ അവർക്ക് എക്സ്റ്റേണൽ ഇഞ്ചുറി ഇല്ല എന്ന് എഴുതി വെക്കാൻ പറ്റും? ഇന്റേണലോ എക്സ്റ്റേണലോ ഇഞ്ചുറി ഇല്ലാതെ ബ്ലഡ് യൂസ് ചെയ്യപ്പെടുകയോ ബ്ലഡ് മനുഷ്യ ശരീരത്തിൽ പുറത്തേക്ക് വരുമോ? ശ്രീ നവീൻ ബാബുവിൻ്റെ ശരീരത്തിൻ്റെ ഏത് ഭാഗത്താണ് മുറിവ് സംഭവിച്ചത്, പരിക്ക് സംഭവിച്ചത് എന്ന് വളരെ മനോഹരമായി ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൂടെ എന്നത്തേക്കുമായി അവസാനിപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ ബ്ലഡ് സ്റ്റെയിൻ കണ്ടാൽ സ്വാഭാവികമായിട്ടും ഇന്റേണൽ ഓർഗൻസ് പ്രിസർവ് ചെയ്യണ്ടേ? ബ്രെയിൻ തൊട്ട് ലിവർ വരെ വിസറ വരെ ആ ഭാഗങ്ങൾ സൂക്ഷിച്ച് ഫോറൻസിക് സയൻസ് ലാബിന് വിടണ്ടേ? അങ്ങനെ ഈ കേസിൽ ചെയ്തിട്ടില്ലല്ലോ. അതുപോലും നശിപ്പിക്കുകയല്ലേ ഇവർ ചെയ്തത്. ഞങ്ങളുടെ ഭയം, ഞങ്ങളുടെ അപ്രിഹെൻഷൻ എത്രമാത്രം ശക്തമായിരുന്നു, സത്യമായിരുന്നു എന്നല്ലേ തെളിയുന്നത്. ഇദ്ദേഹം ഈ വസ്ത്രങ്ങൾ ആവശ്യപ്പെട്ടോ? ഈ വസ്ത്രങ്ങളിൽ ബ്ലഡിൻ്റെ അംശമുണ്ട് എന്ന് ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി എഴുതി വെച്ചിരിക്കുമ്പോൾ അങ്ങനെ ഒന്നതിൻ്റെ ഗൈഡ് ലൈൻസിൻ്റെ ഭാഗമായിട്ട് പ്രൊസീജിയർ ഫോർമാലിറ്റിയുടെ ഭാഗമായിട്ട് പോസ്റ്റ്മോർട്ടം നടത്തുന്ന ഡോക്ടർ ആവശ്യപ്പെടേണ്ടതാവുമ്പോൾ അത് ആവശ്യപ്പെടാതെ, അത് കണ്ട് ബോധ്യപ്പെടാതെ, ഇൻക്വസ്റ്റ് നോക്കിയതായിട്ട് റിപ്പോർട്ട് ചെയ്യാതെ ഇന്റേണൽ എക്സ്റ്റേണൽ ഇഞ്ചുറീസ് ഇല്ല, ഞങ്ങൾ ആ ആന്തരിക അവയവങ്ങളൊന്ന് മണത്തു നോക്കിയപ്പോൾ അസ്വാഭാവികമായിട്ട് മണമൊന്നും ഇല്ലാത്തത് കൊണ്ടും കഴുത്തിൽ മുറുക്കിയതിൻ്റെ കയറ് മുറിയതിൻ്റെ പാടുണ്ടായിരുന്നത് കൊണ്ടും ഇത് ഡെത്ത് ഡ്യൂ ടു ഹാങ്ങിങ് എന്നെഴുതിയാൽ ദയവായി ഒന്ന് മനസ്സിലാക്കുക, ഇതിൽ അനാവശ്യമായ കൈകടത്തൽ നടന്നിരിക്കുന്നു. സത്യം എന്നത്തേക്കുമായി കുഴിച്ചു മൂടാനുള്ള ഗൂഢശ്രമം, ഗൂഢാലോചന വീണ്ടും അവിടെ പ്രാവർത്തികമാക്കിയിരിക്കുന്നു. ഞങ്ങൾക്ക് പ്രത്യാശയുണ്ട്. പല സുപ്രീം കോടതി വിധികളിലും പറഞ്ഞിട്ടുണ്ട്, the postmortem report is not a gospel truth. An opinion of a medical expert is not a gospel truth. അദ്ദേഹത്തിൻ്റെ അവസാന വാക്കുകളല്ല. ഏത് മനുഷ്യനും തെറ്റ് പറ്റാം. ഇത് തെറ്റ് പറ്റിയതാണോ തെറ്റ് പറ്റിച്ചതാണോ എന്ന് ഇവർ നിയമത്തിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ സ്വന്തം മനസാക്ഷിയുടെ മുമ്പിൽ പൊതുസമൂഹത്തിന് മുമ്പിൽ ഡോക്ടർമാർ പറയേണ്ടി വരും. അവർ എന്തുകൊണ്ട് ആവശ്യപ്പെട്ടില്ല ഇൻക്വസ്റ്റ് റിപ്പോർട്ട്? ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലെ ബ്ലഡ് നിറഞ്ഞ അടിവസ്ത്രം എന്തുകൊണ്ട് അവർ പരിശോധിച്ചില്ല? അങ്ങനെ ഒന്നും ചെയ്യാതെ ഡെത്ത് ടു ഹാങ്ങിങ് എന്ന് എഴുതിയിട്ട് ഒരു പാവം പിടിച്ച മനുഷ്യനെ ബലിയാടാക്കിക്കൊണ്ട് ആരുടെയെങ്കിലും സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ഈ പൊതുസമൂഹം, ഈ നീതിപീഠം, മനുഷ്യൻ്റെ മനസാക്ഷി അവർക്കാർക്കായാലും മാപ്പ് നൽകില്ല എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.